എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോൾ ആകെ തളർന്ന് പൊട്ടിക്കരയാണ്. ആ തൊപ്പിക്കാരൻ അത് മറ്റാരുമല്ല, അവരുടെ പഴയ ഫ്രണ്ട് സാബു ആണ്. ലൂഫി, സാബു, എയ്സ് അവർ മൂന്ന് പേരും ചെറുപ്പം മുതലേ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും എല്ലാ കാര്യത്തിനും അവർ ഒന്നിച്ചായിരുന്നു. പൈലറ്റ് ആവണമെന്ന് പോലും അവർ മൂന്ന് പേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരേ കപ്പലില് ഒരേ ടീമിന്റെ കൂടെ അവർ വർക്ക് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ലൂഫി അവനെ കണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ ഓടും. ബാക്കിയുള്ള ആൾക്കാരാവട്ടെ ലൂഫിയുടെ സ്റ്റോറി കേട്ട് വണ്ടർ അടിക്കാണ്. ഇത്രയും വലിയൊരു ബാക്ക് സ്റ്റോറി ഒക്കെ ഇവന്റെ പിന്നിലുണ്ടായിരുന്നോ? അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫ്ലവർ ഹിൽ പോർഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ലിറ്റിൽ പീപ്പിളും നമ്മുടെ ആൾക്കാരും അവരാണെങ്കിൽ അങ്ങനെ കാലി കയറി നിൽക്കുകയാണ്. ഇനി ഒട്ടും സമയമില്ല, എത്രയും വേഗം ഡോഫ്ലമിംഗോയുടെ സാമ്രാജ്യം അത് തകർത്ത് അവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കണം. ഇപ്പൊ അവർ ഇരിക്കുന്നത് ആ ഫ്ലവർ ഹില്ലിലാണ്. അതുവഴി അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ആ ട്രേഡ് സെന്ററിന് മുൻപിലേക്ക് എത്തണം. അവിടെയാണ് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ആളുകൾ ടോയ്സ് ആക്കി മാറ്റുന്ന ആ പെണ്ണുള്ളത്. അവളുടെ കഥ കഴിച്ചാൽ മാത്രമേ ഒരുപാട് പേർക്ക് അവരുടെ മെമ്മറീസും അവരുടെ പഴയ മനുഷ്യരൂപവും തിരികെ കിട്ടൂ. സോ ആദ്യം അവളെ കണ്ടുപിടിക്കണം. പിങ്ക് സ്ക്വാഡും യെല്ലോ സ്ക്വാഡും ആ ഒരു വലിയ ഒച്ചത്തില് ശബ്ദമൊക്കെ മുഴക്കി ഇപ്പോ ആ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ലക്ഷ്യമാക്കി പറക്കും. ബാക്കിയുള്ളവർ പിന്നാലെ ഇപ്പൊ ഉഷാറായിട്ട് വരികയാണ്. അങ്ങനെ ഓടി വന്ന് അവർ പാസേജിന് മുൻപിൽ നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. പാസേജിന്റെ സൈസ് അത് വളരെ നാരോയാണ്. ഉസോപ്പിനും എങ്ങനെയെങ്കിലും ഒക്കെ അതിന്റെ അകത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ ഫ്രാങ്കി സൈസ് അത് വളരെ വലുതാണ്. അവൻ അങ്ങനെ അകത്തേക്ക് പോകും ചിന്തിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനാ ടോയ് സോൾജിയർ പറയും, നിങ്ങളെപ്പോലെ ജൈന്റ് ആയിട്ടുള്ള മനുഷ്യര് ഇവിടേക്ക് വരുമെന്നോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നോ ഞങ്ങൾ ആരും കരുതിയില്ല. നിങ്ങൾക്ക് അകത്തേക്ക് പോകണമെങ്കിൽ ആ ടോയ് ഹൗസിന്റെ ഉള്ളിലൂടെ മാത്രമേ സാധിക്കൂ. പക്ഷെ അവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല. ആക്ച്വലി ഞങ്ങൾ രാത്രി ആ ടോയ് ഹൗസിലേക്ക് പോകുന്നത് റെസ്റ്റ് ചെയ്യാനല്ല, അതിന്റെ താഴേക്ക് ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിലൂടെ വന്ന് ആ കമ്പനി ഞങ്ങൾ വർക്ക് ചെയ്യും. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പോളെ കണ്ണടയ്ക്കാതെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളെയും ഇവിടെ നിന്ന് കൊണ്ടുപോയ ലിറ്റിൽ പീപ്പിൾസിനെ എല്ലാം ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും അതുവഴി അകത്തേക്ക് പോവാം. പക്ഷേ ടോയ് ഹൗസിന്റെ ഉള്ളിലൂടെ 4 എൻട്രൻസ് ഉണ്ട്. അതിലൂടെ കറക്റ്റ് ആയിട്ട് വേണം അവിടേക്ക് പോവാനായിട്ട്. പക്ഷെ 4 പാസേജിലും ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അതിന് ഫ്രാങ്കി പറയും, ഒരു കുഴപ്പമില്ല, ആ സെക്യൂരിറ്റിക്കാരൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് തകർത്ത് കളയും. ആ ഗ്യാപ്പിൽ വേണം നിങ്ങൾ ആ പെണ്ണിനെ അവളെ തകർത്തില്ലാതാക്കാൻ. ഫ്രാങ്കി ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, ആ ടോയ് ഹൗസിന്റെ എൻട്രൻസിലേക്ക് ഓടുകയാണ്. അവിടെ ഒരുപാട് പേര് വമ്പൻ ആയുധങ്ങളും ബുക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫ്രാങ്കിയെ കണ്ട് അവർ ഒരു സെക്കൻഡ് ഞെട്ടും. അടിമുടി അവർ ഫ്രാങ്കിയെ ഒബ്സർവ് ചെയ്യും. അല്ലെങ്കിലാണെങ്കിൽ വലിയൊരു പീരങ്കി, ബോഡി ആണെങ്കിൽ ജയന്റ് അവർ ഉറപ്പിക്കും. ഉറപ്പായിട്ടും ഇവൻ ആ സ്ട്രോഹ ടീമിലെ ഒരു മെമ്പറാണ്. ആ സോൾജിയേഴ്സ് ടെൻഷനായിട്ട് ഇപ്പോൾ അവരുടെ മെയിൻ ബോസിനെ അവിടേക്ക് വിളിക്കുകയാണ്. ആളും ഒരു ജയന്റ് മാനാണ്. ആളങ്ങനെ നടന്നു വന്ന് ഫ്രാങ്കിക്ക് മുൻപിൽ നിൽക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ അവനെ കണ്ട് കുറച്ച് ചിരിയൊക്കെ വരും. ഉടനെ ചുറ്റുമുള്ളവർ ഫ്രാങ്കിയോട് ദേഷ്യപ്പെടും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മാസ്റ്ററിനെ നോക്കി കളിയാക്കി ചിരിക്കും. നിന്റെ ചിരിയൊക്കെ ഇപ്പം മാറുമെന്ന് പറഞ്ഞ് ആ മാസ്റ്ററിനെ അവന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പൊ വേറൊരുത്തനാണെങ്കിൽ ഫ്രാങ്കി ഇവിടേക്ക് എത്തിയ കാര്യം ബാക്കി ആളുകൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് മാറി നിൽക്ക്, എനിക്ക് അവിടേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് ഒറ്റയാട്ടി. ആ ഒരു അടിയിൽ മുമ്പിലുണ്ടായിരുന്നവരെല്ലാവരും തെറിച്ചുപോയി. ആ എൻട്രൻസ് തന്നെ തകരുകയാണ്. ഫ്രാങ്കി ഇവിടെ അവിടെ മുഴുവൻ അടിച്ചു തകർക്കുന്ന കാര്യം അത് ഡോഫ്ലമിംഗോയും നേവി സോൾജിയേഴ്സും അതുപോലെ തന്നെ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസും എല്ലാവരും കേൾക്കുകയാണ്. ആൻഡ്മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഉടനെ ഇപ്പോ ഫ്രാങ്കിയുടെ അടുത്തേക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ട്രെബോളിനെ കാണിക്കും. അവളാണെങ്കിൽ ആ ടോയ് ആക്കി മാറ്റുന്ന പെൺകുട്ടിയെ അവളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. നീ ഉറപ്പായാലും ഇതിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ ശത്രുക്കളെ മുഴുവനും ടോയ്സ് ആക്കി മാറ്റണം. അതിന് അവളും ഓക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് അങ്ങനെ വലിച്ചു വാരി തിന്നാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലിറ്റിൽ പീപ്പിളും റോബിനും ഉസോപ്പും അവരെല്ലാവരും ആ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി കമ്പനി ലക്ഷ്യമാക്കി പോവാണ്. നമ്മുടെ ആൾക്കാർക്ക് രണ്ടുപേർക്കും ആ കുഴിയിലൂടെ എഴുന്നേറ്റ് നിന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ചേർന്ന് അവരെ ചുമന്നുകൊണ്ടായിരിക്കും പോവുക. ലിയോയ്ക്കാണെങ്കിൽ ഫ്രാങ്കിയെ ഓർത്ത് ഒരുപാട് ടെൻഷൻ തോന്നും. അതിന് ഉസോപ്പ് പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രാങ്കിയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അവൻ ഒരു അടിപൊളി സൈബോർക്കാണ്. സെക്കൻഡുകൾ കൊണ്ട് കെട്ടിടങ്ങൾ പോലും തകർത്ത് കളയുന്നവനാണ്. സോ അങ്ങനെയുള്ള ഫ്രാങ്കിക്ക് കേവലം കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ ഈസി ആയിട്ട് അടിച്ചോടിക്കാൻ കഴിയും.
അതിന് ലിയോ പറയും അവിടെ കുറച്ച് സെക്യൂരിറ്റീസ് ഗാർഡ് മാത്രമല്ല ഉള്ളത്, ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര പവറാണ്. ഇതുവരെ ഫൈറ്റ് ചെയ്ത ബാറ്റിലുകളിലൊന്നും തന്നെ അവർ തോറ്റിട്ടില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് പേടിയാവും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്ത് സോൾജിയേഴ്സിനെ എല്ലാം തന്നെ ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും അവർ നിൽക്കുന്ന ബേസ്മെന്റ് അതങ്ങനെ ഇളകി മാറിയ. ഫ്രാങ്കി താഴേക്ക് നോക്കും. അടുത്ത നിമിഷം ആ മെയിൻ വില്ലൻ അവനങ്ങനെ ഹായ് ആയിട്ട് തറയ്ക്കുള്ളിൽ നിന്ന് മുകളിലേക്ക് വരികയാണ്. ഓ മൈ ഗോഡ്, നിന്നെ കൊണ്ട് തറയ്ക്കുള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് വരാൻ കഴിയോ? നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ അണ്ടറിലുള്ള പൈററ്റാണ്. എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കി ആണെങ്കിൽ വമ്പം പോസൊക്കെ ഇടും. ഉടനെ അവനാണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പൊ വീണ്ടും തറയിലേക്ക് തന്നെ പോവാണ്. ഇവിടെ ലിയോ ആണെങ്കിൽ വളരെ കാര്യമായിട്ട് ആ ഡോഫ്ലമിംഗോയെ കുറിച്ചും അവന്റെ അസിസ്റ്റൻസിനെ കുറിച്ചും പറയാണ്. ഡോഫ്ലമിംഗോയ്ക്ക് മെയിൻ ആയിട്ട് 10 അസിസ്റ്റൻസ് ഉണ്ട്. ആ 10 അസിസ്റ്റൻസിനും ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ട്. ഒരു അസിസ്റ്റന്റിന് മിനിമം 2000 സബോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. സോ അങ്ങനെ 20,000-നും മേലെ ആൾക്കാരുണ്ട് അവരുടെ പിന്നിൽ. ടബോള് ആ ടോയ് ആക്കി മാറ്റുന്ന പെണ്ണ്, അതുപോലെ തന്നെ ചപ്പറത്തലച്ചി ആന്റി, വയലറ്റ്, ഇവർ 4 പേരുമാണ് അവരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവർ 4 പേരും ചേർന്നാൽ തന്നെ ആ ആർമി കംപ്ലീറ്റ് ആവും. ഇവരിലെല്ലാം ഉപരിയായിട്ട് ഡോഫ്ലമിംഗോയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മറ്റ് 2 പേരുണ്ട്. അതിലൊന്ന് നേവിയിലെ തന്നെ ചീഫ് ഓഫീസർ ആയിട്ടുള്ള ആ വെർഗോ, രണ്ടാമത്തേത് മോണറ്റ്. അവളാണ് അവളുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് ഈ ഡോഫ്ലമിംഗോയെ ഇവിടേക്ക് കൊണ്ടുവരാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഉസോപ്പിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ചത്താ മതിന്നാവും. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. അയ്യോ ഇല്ല ഇല്ല, ഞാൻ അവിടേക്കില്ല, ദയവ് ചെയ്ത് എന്നെ അവിടേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് അവരോടൊന്നും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. നമുക്ക് വന്ന വഴി തിരികെ പോവാം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പാലസിലാണെങ്കിൽ റബേക്കയുടെ ഫൈറ്റ് അതങ്ങനെ തീ പോലെ കത്തുകയാണ്. ജനങ്ങൾക്കും ആങ്കറിനും മാത്രം റബേക്കയുടെ ഫൈറ്റ് ഇഷ്ടാവില്ല. അവൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ആ സ്മൈലിംഗ് ലേഡി റബേക്കയുടെ കൂടെ തന്നെ ഉണ്ട്. അവർ വലിയ വലിയ ജയൻസുകളെ എല്ലാം ബുദ്ധിപരമായി ആ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഇപ്പോ അവർ 2 പേരും ചേർന്ന് തോൽപ്പിച്ചു കഴിഞ്ഞു. സുലൈമാൻ എന്ന് പേരുള്ള വേറൊരുത്തൻ, അവനിപ്പോ വലിയ സ്ക്വാഡൊക്കെ ആയിട്ട് അവളുടെ നേർക്ക് ചാടി വീഴും. റബേക്കയാണെങ്കിൽ പഠിച്ച പണി 18 എടുത്ത് അവനുമായിട്ട് പോരാടുകയാണ്. അവൾ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടാൻ പറ്റില്ല. ഒരു തവണ അവൻ ആ ബ്രിമ്മിലേക്ക് പോകുമ്പോഴും അവന്റെ സ്ക്വാഡ് വെച്ച് നൈസായിട്ട് ബാലൻസ് ചെയ്ത് തിരികെ വരും. ഈ സമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഏകദേശം ആ പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് അവരുടെ മിഷൻ ആരംഭിക്കുന്നത്. അപ്പൊ ഉസോപ്പും റോബിനും ആണെങ്കിൽ എന്തോ ഒരു ശബ്ദം മുകളിൽ നിന്ന് കേൾക്കും. ഉസോപ്പ് കാതോർത്ത് അതെന്താണെന്ന് ശ്രദ്ധിക്കും. ഇത് ഒരു ടോയ് സോൾജിയറിനെ ആരോ ഉപദ്രവിക്കുന്ന ശബ്ദമാണ് അവർ കേട്ടത്. അതേസമയം ഇവിടെ ലിറ്റിൽ പീപ്പിൾ അവരാണെങ്കിൽ എങ്ങനെ അവരുടെ അറ്റാക്ക് കറക്റ്റായിട്ട് നടത്താം എന്നിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മുടെ മെയിൻ താരം ടോയ് സോൾജിയർ അദ്ദേഹം കൊടുക്കും. ഉസോപ്പിനാണെങ്കിൽ അവരുടെ അവസ്ഥ കണ്ട് ഒരുപാട് പേടി തോന്നും. അപ്പൊ റോബിനാണെങ്കിൽ ഉസോപ്പിന് സിഗ്നൽ കൊടുക്കും. അവൻ പതിയെ ഒരു കുറുനരി ഓടും പോലെ ഓടി റോബിന്റെ അടുത്തേക്ക് വരികയാണ്. റോബിനാണെങ്കിൽ ഉസോപ്പിന് ഇപ്പോൾ ഒരു കാര്യം ചൂണ്ടി കാണിച്ചു കൊടുക്കും. അപ്പൊ ഉസോപ്പ് കാണും ആ ഒരു വലിയ ഫാക്ടറി. അണ്ടർഗ്രൗണ്ടിൽ ആ ഒരു വലിയൊരു ടൗൺഷിപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ വലിയ ഷിപ്പുകള്, ബിൽഡിങ്ങുകള്, അവിടെ ആയിരക്കണക്കിന് വർക്കേഴ്സ്, അവരെ കൺട്രോൾ ചെയ്യാൻ സോൾജിയേഴ്സ്. സോപ്പ് ഒരുപാട് പേടിച്ച് കണ്ണൊക്കെ തിരുമ്മി അവിടേക്ക് നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.